ഹായ്, ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു. മൾട്ടി സ്റ്റാർ സിനിമയായിട്ടുള്ള പാട്രിയറ്റ് സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമ കനത്ത പരാജയമായി എന്നുള്ളത് തന്നെയാണ്. സിനിമയുടെ കളക്ഷൻ എന്തായാലും 80 കോടി കടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോ 50 ലക്ഷത്തിൽ താഴെ മാത്രമാണ് കളക്ഷനായി വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. സിനിമ കനത്ത പരാജയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃഢം എന്ന സിനിമ ഒരു മികച്ച സിനിമയാണ്. പക്ഷെ കളക്ഷനിൽ അത് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർ ഇത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ സിനിമ വേറെ ലെവൽ സിനിമയാണ്. ദൃഢവും കാര്യവുമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാതെ തിയേറ്റർ വിടാനുള്ള ഒരുക്കത്തിലാണ്. അതുപോലെ 14-ാം തീയതി റിലീസ് ചെയ്യുന്ന സൂര്യയുടെ കറുപ്പ്, ബേസിൽ ടോവിനോ, വിനീത് ശ്രീനിവാസൻ ഇവർ അഭിനയിച്ച അതിരടി, ഈ സിനിമകൾക്ക് ഭേദപ്പെട്ട കളക്ഷൻ, അതായത് ബുക്കിംഗ് കളക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 3000-ൽ കൂടുതൽ ടിക്കറ്റുകൾ കറുപ്പ് എന്ന സൂര്യ സിനിമയ്ക്ക് വിറ്റുപോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ അതിരടിക്ക് ഏകദേശം 1000-ഓളം ടിക്കറ്റുകൾ മണിക്കൂറിൽ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. കറുപ്പിന്റെ പ്രീസെയിൽ കളക്ഷൻ, അതായത് ഫസ്റ്റ് ഡേ പ്രീസെയിലായി വന്നിരിക്കുന്നത് ഇതുവരെ 4 കോടി രൂപയാണ്. ഇതുവരെ മൊത്തം വന്നിരിക്കുന്ന പ്രീസെയിൽ എന്ന് പറയുന്നത് 7 കോടിക്ക് മുകളിലാണ്. അതായത് ഫസ്റ്റ് ഡേക്ക് 4 കോടിയും ബാക്കിയുള്ള ദിവസങ്ങളിലേക്കാണ് ബാക്കി ടിക്കറ്റുകൾ വിറ്റ് പോയിരിക്കുന്നത്. പക്ഷേ അതിരടിക്ക് കാര്യമായിട്ടുള്ള പ്രീസെയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറിൽ 1000-ഓളം ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട്. ദൃശ്യം 3 ഇനിയും റിലീസ് ചെയ്യാൻ ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുള്ള സിനിമ ഇതിനോടകം തന്നെ 7 കോടി 50 ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. സിനിമ വളരെ ഗംഭീരമായിട്ടാണ് ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ആഴ്ചയിൽ, അതായത് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ആഴ്ചയിൽ ഗംഭീര ബുക്കിംഗ് ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലെയും ബുക്കിംഗ് ഓപ്പൺ ആക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രീസെയിൽ കളക്ഷനിലൂടെ തന്നെ സിനിമ 30-40 കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നുള്ളതാണ് ഈ ഒരു കളക്ഷൻ ട്രെൻഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഡേ കളക്ഷൻ എന്തായാലും 50 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുക്കും. പല തിയേറ്ററുകളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും സിനിമ മികച്ചതാണ് എങ്കിൽ വേറെ ലെവൽ കളക്ഷൻ സിനിമ തൂക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാനാണ് ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് വരുന്നത്. അണിയറക്കാരുടെ കോൺഫിഡൻസ് അത് വ്യക്തമാക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്ത ഗംഭീരം എന്നുള്ളതാണ്. അത് ശരിയാണ് എങ്കിൽ സിനിമ വേറെ ലെവലാവും എന്നതിൽ തർക്കമില്ല. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.